ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്. എന്താണ് എൻ്റെ മാർഗം? എന്താണ് എൻ്റെ സുന്നത്ത്? എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ? അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ആ വാക്കിൻ്റെ ഗൗരവം എന്ന് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റസൂൽ, അവിടുത്തെ മാർഗമായിരുന്നു അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ എന്നിലേക്കല്ല ക്ഷണിക്കുന്നത്, ഞാൻ എൻ്റെ അറബികളിലേക്കല്ല ക്ഷണിക്കുന്നത്, ഞാൻ എൻ്റെ നാട്ടിലേക്കല്ല ക്ഷണിക്കുന്നത്. അദ്ഉ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാണ് എൻ്റെ ക്ഷണം. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. അതാണ് ഏറ്റവും നല്ല വാക്ക്. സൂറത്തു ഫുസ്സിലത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. ആരുണ്ട് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ? അതാണ് ഏറ്റവും നല്ല വാക്ക്. അഹ്സനുൽ അഖ്വാൽ അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപുള്ള നബിമാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അഹ്സനുൽ അഖ്വാൽ, ഏറ്റവും മഹത്തരമായ വാക്ക്, നിനക്ക് ക്ഷണിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും നല്ലത്. അതുകൊണ്ട് സഹോദര, ആരെല്ലാം നീ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് കാണുമ്പോൾ നിന്നെ ഇകഴ്ത്തി പറഞ്ഞാലും, ഇയാൾക്ക് ഇത് തന്നെ പറയാനുള്ളൂ എന്ന് പറഞ്ഞാലും ഒരിക്കലും മടുക്കരുത്. ഇതാണ് ഏറ്റവും നല്ല വാക്ക്. നിന്റെ റബ്ബിന് ഏറ്റവും തൃപ്തികരമായത് ഇതാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല നീ നോക്കണ്ടില്ല. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നിങ്ങൾ നോക്കൂ, അത് തുടങ്ങിയതും അവസാനിച്ചതും അല്ലാഹുവിലേക്കുള്ള ക്ഷണം കൊണ്ടാണ്. അവിടുന്ന് ദഅവത്ത് ആരംഭിച്ചപ്പോൾ ദുൽ മജാസിലും ഉഖാദയിലും ചന്തകളിൽ ഉയരമുള്ള സ്ഥലങ്ങളിൽ കയറി നിന്ന് അവിടുന്ന് വിളിച്ചു പറയുമായിരുന്നു എന്നെ, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. തുടങ്ങിയത് അങ്ങനെയാണ്, ദഅവത്ത് ആരംഭിച്ചത് അങ്ങനെയാണ്. അവിടെ മദ്യപിക്കുന്ന ആളുകളുണ്ട്, വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്, മോഷ്ടിക്കുന്ന ആളുകളുണ്ട്, പരസ്പരം കൊലപ്പെടുത്തുന്ന ആളുകളുണ്ട്, വിഭാഗീയതകളുണ്ട്, വർഗീയതകളുണ്ട്, രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. അവിടുന്ന് പറഞ്ഞത് എന്താ? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. തുടങ്ങിയത് അതിലാണ്. അവിടുത്തെ ദഅവത്ത് അവസാനിക്കുന്ന ദിനങ്ങൾ നിങ്ങൾ നോക്കൂ. അവിടുന്ന് അതാ കട്ടിലിൽ കിടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദന കടുത്തതിനാൽ, പനി കടുത്തതിനാൽ അവിടുത്തെ മുഖത്ത് തുണി നനച്ചിട്ടിരിക്കുന്നു. സഹാബികൾ പറയുന്നു, കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് ആ തുണി ഉണങ്ങിപ്പോവുകയാണ്, അതിൽ ചൂട് അനുഭവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവിടുന്ന് ബോധരഹിതനായി വീഴുന്നു. ആ സന്ദർഭത്തിൽ, ആ അവസ്ഥയിൽ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദ നസാറാക്കൾക്കുമേൽ അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ നബിമാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അവിടുന്ന് ദഅവത്ത് ആരംഭിച്ചതും അവിടുന്ന് അവസാനിപ്പിച്ചതും തൗഹീദിലാണ്. ഒരു മനുഷ്യന് എത്ര വലിയ ആഗ്രഹമായിരിക്കും അതെന്ന് ആലോചിച്ച് നോക്കുക. അവന്റെ പ്രബോധനം, ജീവിതം അതിലാവുക, മരിക്കുന്നതും അതിലാവുക. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, അള്ളാഹുവിലേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ട് അവൻ മരിച്ചു പോകുക എന്നത് എത്ര വലിയ ഒരു മനുഷ്യൻ ആഗ്രഹിക്കാൻ കഴിയും, എത്ര വലിയ നന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ.